ഗബ്രിക്ക് ശേഷം ഇനി പുറത്തേക്ക് ആര് എന്നുള്ള തരത്തിൽ ഒരു എവിക്ഷൻ ഡ്രാമ നടത്തി അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു 57ാമത്തെ എപ്പിസോഡിന്റെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആരും പുറത്തു പോയിട്ടില്ല. പോയത് രണ്ടാം തവണയും രതീഷ് ആയിരുന്നു. ഒരു തവണത്തെ നന്ദി പ്രകാശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ രണ്ടാം തവണയും അതിനുള്ളൊരു ചാൻസ് ബിഗ് ബോസ് കൊടുക്കുകയായിരുന്നു. അതേപോലെ ഒരു രതീഷിന്റെ പുറത്തു പോകലിന്റെ സമയത്ത് ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഗെയിം അനാലിസിസ് രതീഷ് നടത്തുകയുണ്ടായി. അതിൽ കുറച്ച് വാസ്തവമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജിൻഡോ ഭയങ്കര കരച്ചിലായിരുന്നു രതീഷ് പുറത്തു പോകുന്ന ഒരു സമയത്ത്. അപ്പൊ ജിൻഡോയുടെ ആ ഒരു കരച്ചില് ഡ്രാമയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു കുറച്ച് ആൾക്കാരാണ് അത് പറയുന്നത്. പക്ഷെ അത് ഒരു ഡ്രാമയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു കരച്ചിലിൽ ആ ഒരു ഡ്രാമയുടെ എലമെന്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് രതീഷൊക്കെ ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ജിൻഡോ കുറച്ച് വേറൊരു രീതിയിൽ, കാരണം രതീഷ് മത്സരാർത്ഥിയാണോ ഗസ്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് രതീഷിനോട് പെരുമാറിക്കൊണ്ടിരുന്നത് ജിൻഡോയ്ക്ക് ഓൾറെഡി ഒരു ഈഗോ ക്ലാഷ് ഉള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അവിടെ വരുന്ന തനിക്ക് എതിരാളിയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ജെൻസിനോട് മാത്രമായിരിക്കും ജിൻഡോയ്ക്ക് ഈ ഒരു ഈഗോയുടെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ആവാറുള്ളൂ. ലേഡീസിനെ പൊതുവെ പവർലെസ് ആണെന്നും ഉള്ള രീതിയിലാണ് ജിൻഡോ കാണുന്നത്. ഫിസിക്കൽ ഗെയിം ഒക്കെ വരുന്ന സമയത്ത് ജിൻഡോ അതുകൊണ്ട് തന്നെ ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുകയും ജെൻസിനെ മാക്സിമം ഒഴിവാക്കി വിടുകയും ചെയ്യും. കാരണം ജിൻഡോയുടെ കണക്കിൽ ലേഡീസ് ആണ് എപ്പോഴും പവർ കുറഞ്ഞ അവരെ തോപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ള തരത്തിലാണ് ജിൻഡോ സംസാരിക്കാറുള്ളത്. പക്ഷെ മെന്റൽ ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് ജിൻഡോ ജെൻസിന്റെ കാര്യത്തിൽ കുറച്ച് ഈഗോ വർക്കൗട്ട് ആവാറുണ്ട്. തന്റെ ഒപ്പം കിടപിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഫീൽ കൊണ്ടിട്ടാവണം രതീഷ് വന്ന സമയത്ത് ജിൻഡോ രതീഷിനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ ഒരു അവോയ്ഡിങ് മെന്റാലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 57 ആണ്. 56ാമത്തെ ദിവസമാണ്. 15 മത്സരാർത്ഥികളാണ് നിലവിൽ ആ വീട്ടിലുള്ളത്. ബിഗ് ബോസ് ഹൗസിലേക്ക് കുറച്ച് അതിഥികൾ കൂടുതലായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു പ്രൊമോ കൂടി ഏഷ്യാനെറ്റ് ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വീട്ടിലേക്ക് വീണ്ടും കയറി വന്നിട്ടുള്ള അതിഥികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പവർ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ടീമിലേക്ക് കുറച്ച് പാവകളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 പാവകളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാവകളെ സേവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക്. അപ്പൊ ആ ഒരു പാവകളാണ് അതിഥികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബിഗ് ബോസിന്റെ അണിയർ പ്രവർത്തകർക്ക് ഈ ഒരു സീസണിൽ പ്രേക്ഷകരെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ GRP TRP റേറ്റിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് മുമ്പത്തെ സീസണുകളിലൊക്കെ ഒരു 50ാമത്തെ എപ്പിസോഡിന് ശേഷം ആളുകൾ സ്വമനസാലെ അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം തോന്നി അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് എലിമെന്റ് അവർക്ക് തന്നെ ഫീൽ ചെയ്ത് അവർ ആ ഒരു ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാനും അതിലേക്ക് ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു സീസണിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ GRP റേറ്റിംഗും TRP റേറ്റിംഗും മറ്റുള്ളതിനേക്കാളൊക്കെ അധികമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രൊമോകളൊക്കെ കൊടുത്ത് എന്തോ വലിയ സംഭവമുണ്ട് എന്നുള്ളൊരു ഫീൽ കൊടുത്താൽ മാത്രമേ പ്രേക്ഷകർ വരൂ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ഈ ഒരു സീസണിന്റെ അവസ്ഥ. എന്തായാലും ആ ഒരു പവർ ടാസ്കിലെ ആ ഒരു പാവക്കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാലേട്ടനും ബാക്കിയുള്ളവരൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ജിൻഡോയും ജാസ്മിനും ശ്രീതുവും അൻസിബയും അടങ്ങുന്ന ആ ഒരു ടീമിന്റെ വർക്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കേണ്ടായി. അപ്പൊ അവരുടെ പാവ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പാവയുടെ ഹെഡിന്റെ ഭാഗത്തായിട്ട് ഒരു ബലൂൺ കിട്ടും. ആ ഒരു ബലൂൺ സേഫ് ആക്കി കാത്തു സൂക്ഷിക്കണം ബസർ അടിക്കുന്നവരെ. അതായിരുന്നു ടാസ്ക്. അപ്പൊ ആ ഒരു സമയത്ത് പാവയുടെ തലയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബലൂൺ പൊട്ടിച്ചിട്ടുള്ളത് അപ്സരയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ആദ്യം അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നന്ദനയായിരുന്നു. അപ്പൊ നന്ദന അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ ജിൻഡോ ആ സ്ഥലത്തെങ്ങും ഇല്ല. ജിൻഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ശ്രീധുവിനും ജാസ്മിനും അവിടെ ഡിഫെൻഡിങ്ങിലേക്ക് മാത്രമായിട്ട് പോകുമ്പോൾ എല്ലാവരെയും ഒരേ സമയത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അൻസിബ ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ വരുമ്പോൾ മാക്സിമം ഉൾവലിഞ്ഞ് നിൽക്കാറാണ് പതിവ്. ബാക്കിയുള്ളവർ കൊടുക്കുന്ന പോലെ ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒരു ആത്മാർത്ഥതയോ അതിലേക്ക് കാണിക്കാറില്ല. അതുകൊണ്ടിട്ട് തന്നെ ജാസ്മിനും ശ്രീധുവും നന്ദനയെ തള്ളി മാറ്റുകയും അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്സര വന്നിട്ട് ആ ബലൂൺ പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സംഭവം അവിടെ എടുത്ത് പറയും ജിൻഡോ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡിഫെൻഡിങ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ജിൻഡോ ചേട്ടൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവരെ വിശ്വസിച്ച് പോയത് കൊണ്ടിട്ടാണ് ബലൂൺ പൊട്ടിയത്
എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ജിൻഡോയ്ക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഫോൾട്ട്, തന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഫോൾട്ട് ഇല്ലാതാക്കണം എന്നുള്ള ഒരു പ്ലാനിൽ ജിൻഡോ ആ വീട്ടിലെല്ലാവരോടും പാടിക്കൊണ്ട് നടന്നൊരു സംഭവമായിരുന്നു. ശ്രീതുവും ജാസ്മിനും മറ്റുള്ളവർക്ക് വേണ്ടി കളിച്ചു, സ്വന്തം ടീമിൽ നിന്നുകൊണ്ട് മറ്റുള്ള ടീമിന് വേണ്ടി കളിച്ച് സ്വന്തം ടീമിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു ചർച്ച അവിടെ നടക്കുന്ന സമയത്ത് ലാലേട്ടൻ ഈ ഒരു പോയിന്റ് അവരിലേക്ക് ഇട്ടുകൊടുത്തു. ജാസ്മിനും ശ്രീധുവിനും കറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു ശ്രുതി ആ വീട്ടിൽ നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ലാലേട്ടൻ അത് ഇട്ട് കൊടുക്കുകയും അപ്പൊ അവിടെ വലിയൊരു ഇതുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങേരിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പൊ ശ്രീധു പറയുന്നത് പക്ഷെ ഞാൻ ഇത്രയ്ക്ക് ചേട്ടൻ്റെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അപ്പൊ അവിടെ ഒരു സ്പ്ലിറ്റ്നെസ് ഉണ്ടാക്കാൻ ലാലേട്ടൻ്റെ ആ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഒരു പവർ ടാസ്കിൽ അപ്സരയുടെ ഒക്കെ ടീം നല്ല രീതിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്സരയുടെ ടീമിനൊക്കെ ഒരു ഷീൽഡോ എന്തോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സമയം പോകുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവിടെ കുറച്ച് ടാസ്കുകൾ ഉണ്ടാക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ വേറെ രീതിയിലുള്ള ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ജയിലുണ്ട്, ആ ജയിലില് നമ്മുടെ ടീമിലുള്ള ഏതെങ്കിലും ഒരാളെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് കീകൾ ഉണ്ടാവും, അതിൽ നിന്ന് ഒരു കീ സെലക്ട് ചെയ്ത് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് എല്ലാ കീയും തുറന്നു നോക്കി ലാസ്റ്റ് വരുന്ന കീ കിട്ടി, കറക്റ്റ് ആയിട്ട് കിട്ടി, ഓപ്പൺ ചെയ്ത് അവര് റിലീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പൊ ആ ഒരു ടാസ്ക് ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, 1.5 മണിക്കൂറൊന്ന് കണ്ടന്റ് പോകണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ഓടണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ മാത്രം ക്രിയേറ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ അതിൽ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത്ര വലിയൊരു സ്റ്റാൻഡേർഡ് ഗെയിമുമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഇതിൽ ഏറ്റവും കുറവ് ടൈമിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ജിൻഡോയുടെ ഒക്കെ ഒരു ടീമായിരുന്നു എന്ന് പറഞ്ഞ് അപ്രിസിയേഷൻ കൊടുക്കുന്ന സമയത്ത് ജിൻഡോ ആ സമയത്ത് അവിടെ ജിൻഡോയുടെ കുറച്ച് മാസ് സ്ഥിരം ഒരു തള്ളലുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അതിനെ തള്ളിക്കളയായിരുന്നു, ആരും വക വെച്ചില്ല. എനിക്ക് ആദ്യമേ അറിയായിരുന്നു താക്കോൽ എവിടെയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ അവര് ജിൻഡോ പറയുകയും അപ്പം ജാസ്മിനും ശ്രീതു അതിനെ പുച്ഛിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ചർച്ചകളൊക്കെ. വീക്കെൻഡ് എപ്പിസോഡ് എന്നുള്ള നിലയിൽ അവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിലൊരു സംസാരിച്ചതിലും ചർച്ച ചെയ്തതിലൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയ തരത്തിലുള്ളത് ജിൻഡോയ്ക്കും നോറയ്ക്കും കൈ കെട്ടിക്കൊണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഇതാണ്, ടാസ്ക് ആണ്. ബസർ ടു ബസർ ടൈമിന്റെ ഉള്ളില് ജിൻഡോയും നോറയും കൈ കെട്ടിക്കൊണ്ട് ആ വീട്ടില് നടക്കണം, അവരുടേതായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് ചെയ്യുന്നു, ആ വീട്ടിലെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നോറയുടെ സ്ഥിരം ആ ഒരു വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് ഒരു വിക്ടിം ഗെയിം കളിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നോറ വൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് കളിച്ച് നല്ല സ്ക്രീൻ സ്പേസും പ്രേക്ഷകരിലേക്ക് നല്ലൊരു എന്റർടൈൻമെന്റും കൊടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ അക്സെപ്റ്റൻസ് പിടിച്ചു പറ്റാൻ കിട്ടിയിരുന്ന ഒരു ചാൻസിനെ മിസ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് നോറയുടെ കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ടാസ്ക് ആ ഒരു രീതിയിൽ പോയത്. അപ്പോൾ ആ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്ന ഒരു സമയത്ത് സിഗരറ്റ് വലിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ, അത് ആർക്കും കേട്ടാൽ മനസ്സിലാവും ജിൻഡോ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ നോറ അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലാലേട്ടൻ വന്നിട്ട് നോറയെ അപ്രിസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോറ ഈ ഒരു സമയത്തും അത് വലിയൊരു ഇതായിട്ട് ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു ആയുധം പോലെ പറയുകയുണ്ടായി. പക്ഷെ അത് ഗെയിം ആ ഒരു ഇത് ടാസ്ക് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ചു മറുപടി കൊടുത്ത് നോറയ്ക്ക് ഒന്നും പറയാൻ പറ്റാണ്ടായി. ജിൻഡോ ആണെങ്കിലും അവിടെ പറയുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ്. അപ്പം വെയിലത്ത് പോയി നിൽക്കുന്ന കാര്യമൊക്കെ പറയുമ്പം ടാസ്കിന് വേണ്ടിയിട്ട് എത്ര നേരം വേണമെങ്കിലും വെയിലത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇതും ഒരു ടാസ്ക് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ആ രീതിയിൽ കളിക്കാൻ ശ്രമിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഋഷിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന വീക്കിലെ ക്യാപ്റ്റൻ. ഋഷിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ മുൻ ക്യാപ്റ്റന്മാർ കൊടുക്കാൻ പറഞ്ഞ് ലാലേട്ടൻ പറയുന്ന സമയത്ത് എല്ലാവരും കുറച്ച് കാര്യങ്ങൾ റസ്മിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എത്ര നല്ലത് ചെയ്താലും മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും, അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ജാസ്മിൻ പറഞ്ഞൊരു അഭിപ്രായം ഒരു വാലിഡ് അഭിപ്രായമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ ദേഷ്യപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഭയങ്കര ദേഷ്യമാണെന്ന് പറയും, പാവമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറി നിന്നിറങ്ങും, അതുകൊണ്ടിട്ട് നിനക്ക് തോന്നുന്ന പോലെ നീ എന്ത് നിനക്ക് തോന്നുന്നു അതുപോലെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ഒരു അഭിപ്രായം
അഭിപ്രായം പറഞ്ഞു. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് അത് ഫീൽ ചെയ്തു. പിന്നെ അതിനുശേഷം രതീഷ് എവിക്റ്റഡ് ആണെന്ന് പറയുന്നു, രതീഷ് പുറത്തു പോകുന്നു, ലാലേട്ടനോട് സംസാരിക്കുന്നു. അപ്പൊ ആ രതീഷ് എവിക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും എവിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എണീപ്പിച്ച് നിർത്തി ആ ഒരു കാർഡ് ഉരച്ച് ഇതാക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരുടെയും കാർഡിൽ രതീഷ് എവിക്റ്റഡ്. രതീഷിനെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ആ ഒരു ഡ്രാമയുടെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല. അത് തന്നെ കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഗെയിം അനാലിസിസ് രതീഷ് അവിടെ നടത്തുകയുണ്ടായി. ഇന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഇന്ന രീതിയിലാണ്. അപ്പൊ ശ്രീതുവും നോറയും ഒക്കെ വിചാരിച്ച പോലെയല്ല, ഫയർ അവരുടെ ഉള്ളിലുണ്ട്, അൻസിബയുടെ ഉള്ളിലും ഫയർ ഉണ്ടെന്നാണ് രതീഷ് പറയുന്നത്. അതുപോലെ ജിൻഡോ ആണ് ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രതീഷിന്റെ അനാലിസിസ് പറയുന്നുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ ഗെയിം മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഗബ്രി പോയതിനു ശേഷം ഇനി എന്താണ് ഗെയിം ചേഞ്ചിങ് അവിടെ ഉണ്ടാവാൻ പോകുന്നതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഗബ്രിയും ജാസ്മിൻ ആയിരുന്നു ഇത്രയും ദിവസം ഗെയിമിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗബ്രി പോയി. ഇനി അപ്പോൾ ജാസ്മിന്റെ ഗെയിം എന്താണ് എന്നറിയാനും ജാസ്മിന്റെ ഗെയിം മാറുന്നതിനനുസരിച്ച് വീടിന്റെ മുഴുവനുള്ള എല്ലാവരുടെയും ഗെയിം മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ. അപ്പൊ ഇനി ബാക്കിയുള്ള ഈ ദിവസങ്ങളുടെ എണ്ണവും പുറത്തു പോകാനായിട്ട് ആ വീട്ടിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണവും തമ്മിൽ ഒട്ടും ടാലി ആവുന്നില്ല. ഇനിയിപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഏതൊക്കെയോ 2-3 സീസണുകളിൽ 7-8 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയുണ്ടായി. കാരണം അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും മത്സരാർത്ഥികൾ പുറത്തു പോകാതെ കളി നടക്കില്ല. അപ്പോൾ ഒരു ടോപ്പ് 5 സെലക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലാസ്റ്റത്തെ വീക്കിലേക്ക് ടോപ്പ് 5 എന്ന് പറയുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനുള്ള ആളുകളെ ആ വീട്ടിൽ പറ്റാവുള്ളൂ. ഇതിപ്പം ഉള്ള ആളുകളിൽ 2 പേരെ വെച്ചിട്ട് വീക്കിലി പുറത്തു വിട്ടാൽ പോലും അത് ടാലി ആവത്തില്ല. അപ്പം അതുകൊണ്ടിട്ട് ഇനിയിപ്പം ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. 100 എന്നുള്ളത് ഇനിയിപ്പം 110, 107 ആവാനുള്ള സാധ്യതകളുണ്ട് മുമ്പത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ. എന്തായാലും വലിയ കാര്യമായ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടില്ല. സാധാരണ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള പ്രേക്ഷകരുടെ ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള റോസ്റ്റിങ്ങോ പൊരിക്കലുകളൊക്കെ തന്നെയായിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ട് ഫീൽ ചെയ്തു.